നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരളത്തിന്റെ മതേതര മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. കേരളീയ സമൂഹത്തിൽ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിഷവിത്തുകൾ പാകാൻ മാത്രം ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ വിഷം തുപ്പുന്ന ഒന്നാം നമ്പർ വർഗീയവാദിയായ ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിലേക്ക് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ രമേശ് ചെന്നിത്തല നേരിട്ടെത്തി പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുന്നു. മതേതര കേരളത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഈ രാഷ്ട്രീയ ചങ്ങാത്തം ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? നാളെ കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് കോൺഗ്രസ് നൽകുന്ന നഴ്സറിയാണോ ഈ സൗഹൃദ സന്ദർശനങ്ങൾ? ഇത് വെറുമൊരു പിറന്നാൾ ആശംസയല്ല, മറിച്ച് വർഗീയ ശക്തികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഔദ്യോഗിക ക്ലീൻ ചിറ്റും അംഗീകാരവുമാണ്. ഇന്നലെ വരെ കേരളത്തിൽ വർഗീയതയ്ക്കെതിരെ വാചകമടിച്ച കോൺഗ്രസ് നേതാക്കളുടെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അധികാരം നിലനിർത്താനും വോട്ട് ബാങ്ക് പ്രീണനത്തിനുമായി എന്ത് തോന്നിയവാസവും കാണിക്കാൻ മടിക്കാത്തവരായി കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ വെള്ളപൂശാൻ ഒരു ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് അവരുടെ വീട്ടിൽ ചെന്നിറങ്ങുന്നുവെങ്കിൽ ഇവർ നാളെ കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? വർഗീയവാദികളുടെ തോളിൽ കൈയിട്ട് കേരളം ഭരിക്കാമെന്നാണോ കോൺഗ്രസ് കരുതുന്നത്? മതേതരത്വത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് അകത്ത് വർഗീയതയുടെ സന്ധി ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. വർഗീയതയുടെ അപ്പോസ്തലന്മാർക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ മതേതര സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണിത്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറെ ലജ്ജാകരവും ഞെട്ടിക്കുന്നതുമായ കാര്യം മറ്റൊന്നാണ്. കേരളത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളുടെയും മതേതരത്വത്തിന്റെയും കാവലാളുകൾ എന്ന് അവകാശപ്പെടുന്ന മുനാഫിക് ലീഗും അവരുടെ സർവസ്വവുമായ പാണക്കാട് തറവാടും ഈ വിഷയത്തിൽ പുലർത്തുന്ന കുറ്റകരമായ മൗനമാണ്. നാളെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ഒരാളാണ് വർഗീയ പരാമർശം നടത്തിയതെങ്കിൽ, അല്ലെങ്കിൽ സമാനമായ രീതിയിൽ ആരെങ്കിലും രംഗത്ത് വന്നാൽ ആദ്യം റോഡിലിറങ്ങി സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന ലീഗ് നേതൃത്വം ഇന്ന് എവിടെയാണ്? കേരളത്തിൽ മുസ്ലിം ക്രൈസ്തവ ഹൈന്ദവ സൗഹാർദ്ദം തകർക്കാൻ രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന വിദ്വേഷത്തിന്റെ ഉൽപ്പന്നമായ ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിൽ ചെന്നിറങ്ങിയ കോൺഗ്രസ് നേതാവിന്റെ നടപടിയെക്കുറിച്ച് പാണക്കാട്ടത്തെ മൂത്ത സാഹിബ് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. മുനാഫിക് ലീഗിന്റെ സംസ്ഥാന നേതൃത്വവും ഇതിനെതിരെ ഒരു അപലപന വചനം പോലും പുറപ്പെടുവിപ്പിച്ചിട്ടില്ല. എന്തുപറ്റി ലീഗ് നേതൃത്വമേ? കോൺഗ്രസ് എന്ത് വൃത്തികേട് കാണിച്ചാലും അധികാരത്തിന്റെ അംശത്തിനു വേണ്ടി നിങ്ങൾ കണ്ണടയ്ക്കുമെന്നാണോ? വർഗീയവാദികൾക്ക് പരവതാനി വിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നടപടിയെ ന്യായീകരിക്കാനോ അതോ കണ്ടില്ലെന്ന് നടിക്കാനോ ആണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളുടെ വായിലെ മതേതരത്വം എന്ന വരികൾ വെറും കാപട്യമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. വർഗീയതയെ എതിർക്കേണ്ടവർ തന്നെ അധികാരമോഹത്തിനു വേണ്ടി വർഗീയവാദികളുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിനെ കണ്ട് മിണ്ടാതിരിക്കുന്നത് ഈ നാടിനോടും ഇവിടുത്തെ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വർഗീയവാദികളെ വെള്ളപൂശുന്ന രമേശ് ചെന്നിത്തലമാരും അധികാരത്തിനു വേണ്ടി അതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്ന പാണക്കാടിന്റെയും ലീഗിന്റെയും നേതൃത്വവും ഓർക്കുക. കേരളത്തിന്റെ മതേതര മനസ്സ് അത്ര പെട്ടെന്നൊന്നും മരവിച്ചു പോയിട്ടില്ല. വർഗീയതയോട് സന്ധി ചെയ്യുന്ന ഈ കാപട്യ രാഷ്ട്രീയത്തിനെതിരെ കേരളം ഇനിയും ശബ്ദിക്കും. വർഗീയവാദികൾക്ക് പച്ച പരവതാനിയും പിറന്നാൾ കേക്കും നൽകി വളർത്തുന്ന കോൺഗ്രസ് ലീഗ് കൂട്ടുകെട്ടിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. ഈ മൗനവും ഒത്തുകളിയും കേരളത്തിന്റെ മതേതര അടിത്തറയെ തകർക്കാൻ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. കേരളത്തിന്റെ മതേതര അടിത്തറയ്ക്ക് നേരെ കൊടിപിടിക്കുന്ന ഇത്തരം കാപട്യങ്ങൾ തിരിച്ചറിയാൻ ജനങ്ങൾ തയ്യാറാകണം. വർഗീയതയോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസിന്റെ ഈ നിലപാട് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ ഒടുക്കത്തെ കൂട്ടുകെട്ടിനെതിരെ നാം ശബ്ദിക്കാതിരുന്നാൽ നാളെ നമ്മുടെ നാട് വർഗീയവാദികളുടെ താവളമായി മാറും. എല്ലാവർക്കും നന്മകൾ നേരുന്നു.